ഫ്രണ്ട്സ്, ഇന്ന് നല്ല വരിക്കച്ചക്ക കിട്ടിയിട്ട് നല്ല മധുരമുള്ള തേൻ വരിക്കച്ചക്ക. അന്നേരം അത് ചക്കപ്പഴം വെച്ചിട്ട് ചക്കയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ചെറിയ ചുളയായിരുന്നു, പക്ഷേ നിറയെ പഴുത്ത ചക്ക ഉള്ളതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചക്ക നല്ലോണം വെട്ടി അതിൻ്റെ കുരുവും ചവണിയൊക്കെ മാറ്റി ആ പൾപ്പ് മാത്രം എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നല്ലോണം തേങ്ങ ചിരണ്ടി ഇടുന്നുണ്ട്, തേങ്ങ കൊത്തും ഇടുന്നുണ്ട്. തേങ്ങ കൊത്ത് വറുത്താണ് ഇടാറ്, ഇന്ന് സമയം കിട്ടിയില്ല, അതുകൊണ്ട് തേങ്ങ കൊത്താക്കി ഇട്ടു. എന്നിട്ട് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തു. ഇതിൻ്റെ അകത്തോട്ട് ശർക്കരയോ പഞ്ചസാരയോ ചേർത്തിട്ടില്ല. സാധാരണ ചേർക്കാറുണ്ട്, പക്ഷേ ഇതിന് നല്ല മധുരമുള്ള ചക്കയുണ്ട്, അതിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. പിള്ളേർ കാത്തിരിക്കുകയായിരുന്നു വേകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് എടനയിലയിലാണ് സാധാരണ ഉണ്ടാക്കാറ്. എടനയില കിട്ടിയില്ല, അതുകൊണ്ട് കൊക്കോൻ്റെ ഇല വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. വാഴയിലയും വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ കുമ്പിള് പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് ആണ് വെക്കുന്നത്. ഒരു പ്രത്യേക ഷേപ്പാണത്. അങ്ങനെ വെച്ചിട്ട് ഇഡ്ഡലിച്ചെമ്പിൽ നിറയെ ആവി കയറ്റിയിട്ട് ഒരു അരമണിക്കൂർ വേവിച്ച് തുറന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള അപ്പം റെഡി. എല്ലാവരും ട്രൈ ചെയ്യണേ.